ഹായ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈദ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഉപ്പയും സംഹാനും എണീച്ചിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്. അങ്ങനെ അവർ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം ഞങ്ങൾ തറവാട്ടിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് തറവാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ തറവാട്, നടന്നു പോകാനേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ പെരുന്നാൾ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ എല്ലാവരും ഉള്ളതാണ്, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു വണ്ടിയിൽ കുറേ ഇങ്ങനെ പാർട്ടി പോപ്പേഴ്സൊക്കെ പൊട്ടിച്ചിട്ട് അതേപോലെ ഡാൻസൊക്കെ കളിച്ച് ഫുള്ള് ലൈറ്റായിട്ട് ഇതേപോലെ കുറേ വണ്ടികളുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ ലൈറ്റും DJയും ഡാൻസും എല്ലാമായിട്ട്. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ വണ്ടികളുണ്ടായിരുന്നു. സോ അങ്ങനെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇത് പെരുന്നാൾ ഫെസ്റ്റ് ചാപ്റ്റർ 11 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റൂം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. കയറി ചെന്നുകൊണ്ടിടത്ത് തന്നെ നിലത്തൊരു ബെഡ് ഇട്ടിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ വേറൊരു റൂമുണ്ട്. 3 ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റൂം എടുത്തിട്ടുള്ളത്. ഇവിടെ ഇതേപോലൊരു ബെഡ്റൂം, പിന്നെ ഇവിടെ ഡബിൾ ബെഡ് ഉണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റൂമാണ്. പിന്നെ ഇവിടെ വാർഡ്രോബും എല്ലാം ഉണ്ട്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമാണ്. പിന്നെ ഇവിടെ ടേബിള്, സോഫ എല്ലാം ഉണ്ട്. പിന്നെ ഈ റൂം എന്താ പൂട്ടിയിട്ടിട്ട് എന്നറിയില്ല. പിന്നെ TV, പിന്നെ ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പക്ഷെ മറ്റേതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അപ്പോൾ ഇതാണ് റൂം. അപ്പോൾ അങ്ങനെ രാവിലെയായി. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. അപ്പോൾ രാത്രി വന്നുകൊണ്ടൊന്നും കണ്ടില്ല. രാവിലെ വന്നപ്പോൾ നല്ല ഇതേപോലത്തെ വില്ലാസും എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വരുന്നത് റോസ് ഗാർഡനിലേക്കാണ്. റോസ് ഗാർഡനിൽ ആദ്യം നമ്മൾ റോസ് ഗാർഡനിലാണ് അവിടെ പോയത്. എല്ലാം ഒരേ ഭാഗത്താണ്. സോ നമ്മൾ പോകുന്ന വഴിക്ക് ഓരോന്ന് കണ്ട് അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. റോസ് ഗാർഡനിൽ റോസ് ഒന്നുമില്ല, എന്നാലും കുറേ ബുഷസൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി ഉണ്ടാവും, അതിലൊരു റോസ് എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ റോസ് ഗാർഡൻ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലൈക്ക് ഫുള്ളി റോസായിട്ടാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഇത് ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെ ശ്രദ്ധിച്ചത് റോസ് ഗാർഡൻ ബുഷായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവിടുന്ന് ഫോട്ടോ എടുക്കുക ഒരു കാട് പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ മേലെ ഫുള്ള് എന്തിൻ്റെ എന്തൊക്കെ ആയിട്ട് ഇതേപോലത്തെ ഭംഗിയുള്ള റോസ് കണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഒരു ചെടിമോ ഒരു റോസ് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു ഗ്രൂപ്പിൽ ഒരു ചെടിമോ റോസ് ഉണ്ടാവും, അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഫാമിലി ആയിട്ട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സ്ഥലത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരേ വഴിയിലാണ് നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് 200 കിലോമീറ്ററിനെക്കാട്ടിയും മുകളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടെ ഇന്നലെ വൈകിട്ട് പുറപ്പെട്ടിട്ട് രാത്രിയാണ് കൊടൈക്കനാലിലെത്തിയത്. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡായിരുന്നു, ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കൺജഷൻ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് അങ്ങനെ നമുക്ക് ബോറൊന്നും അടിച്ചില്ല, നല്ല ഫണ്ണായിട്ട് പോയി. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ കുരങ്ങന്മാർ കാണാം. അതിൽ ഏറ്റവും കൂടുതൽ ക്യൂട്ടായിട്ടുള്ളത് ഇതേപോലെ ഇങ്ങനെ കുഞ്ഞി കുരങ്ങൻ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നതാണ് ഏറ്റവും ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ കുട്ടികൾ കെട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുന്നത്. അലോണായിട്ടുള്ള കുരങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമുക്കവിടെ എത്താനാകെ 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടെ കുറേ മണിക്കൂർ അവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് മോയർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റിലാണ്. അപ്പോൾ അവിടെ നല്ല റഷായിരുന്നു, ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ വീഡിയോ എടുത്തതിന് ശേഷമാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറേ മലകളൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു. കുറേ മലകൾ അവിടെ ദൂരെ കാണാനുണ്ടോ, മേഘങ്ങളൊക്കെ മൂടിയിട്ട്. നമുക്ക് അവിടെ ഫുൾ റഷായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് അപ്പം തന്നെ ഇറങ്ങി, വീഡിയോ എടുത്തിട്ട് അപ്പം തന്നെ ഇറങ്ങി. നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അവിടെ മൊത്തം ആൾക്കാരായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മോയർ പോയിൻറ്റിനെ പറ്റിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് വ്യൂ പോയിൻറ്റിൻ്റെ സ്ഥലമായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല റഷായിരുന്നു, താഴത്തും മുകളിലൊക്കെ. പിന്നെ ഇവിടെ ബുള്ളും അതുപോലെ തന്നെ ഇത് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ആയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അത് എന്താണെന്നറിയില്ല, വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഹിസ്റ്ററി ഉണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് പൈൻ ഫോറസ്റ്റിലാണ്. ഇവിടെ പൈൻ ഫോറസ്റ്റ് ഞങ്ങൾ മുന്നേ വന്നതാണ്, പക്ഷേ ഞങ്ങളൊന്നും കൂടി കയറി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സ് റൈഡ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേരിങ്ങനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ള ഗുണ കേവിലേക്കാണ്. ഇവിടെ ഇങ്ങോട്ട് എത്താൻ ഒരുപാട് ലേറ്റായി, കാരണം ഒരുപാട് നേരം വൈകി, നല്ല റഷായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പേഴ്സണിന് 10 രൂപ ആണ് ഇവിടെ ടിക്കറ്റ് വരുന്നത്. നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേവൊക്കെ കാണാനുണ്ട്. ഇതാണ് ഗുണ കേവ്. ഈ കേവാണ് ഗുണ കേവ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കേവ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്റ്റിൽ ആൾക്കാർ ഈ കമ്പിയുടെ ഇടയിൽ കൂടെ പോകുന്നത് ഞങ്ങൾ കണ്ട്. ഇവിടെ ഒരു സെക്യൂരിറ്റിയോ സേഫ്റ്റിയോ ഒന്നുമില്ല, ഒരു സെക്യൂരിറ്റി പോലും ഇല്ല ഇവിടെ. നമ്മളെ പോലെ കാണാൻ വന്നവർ മാത്രമേ ഉള്ളൂ. പിന്നെ മരത്തിൻ്റെ ആ റൂട്ടൊക്കെ അവിടെ കാണാൻ പറ്റി. എല്ലാവരും അവിടെ തന്നെയാണ് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോഴുള്ള ഗുഹകൾ ഫുൾ ഗുഹകളാണ്. നമുക്കതിലേക്ക് നോക്കുമ്പോൾ നല്ല പേടിയാവും, ആ ഗ്രില്ലിട്ട ആ സ്ഥലത്തൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഗുഹയാണ്. പിന്നെ ഞാൻ ഈ കമ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് എടുക്കുന്നത്. അവിടെ പോയിട്ടൊന്നല്ല, അവിടെ ഫുൾ ഫെൻസ് കെട്ടിയിട്ടുണ്ട്, വലിയ ഫെൻസ് കെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്ര സേഫ്റ്റി ഒന്നുമില്ല, കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഇതൊക്കെ കാണാൻ പറ്റി. പിന്നെ ഈ മരത്തിൻ്റെ വേര് നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കൊടൈക്കനാൽ ഫുൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇനി ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1 ഡേ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ വൈകുന്നേരമാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. നമ്മൾ തേക്കടിക്കാണ് പോകുന്നത്. ഒരു ഇടുക്കി ആണ് തോന്നുന്നു, തേക്കടി ഇടുക്കി. പിന്നെ ബോർഡറാണ്, തമിഴ്നാട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഈ ഭാഗത്ത് വന്നപ്പോൾ ഫുൾ ഫർണിച്ചർ കടയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഫുൾ ഫർണിച്ചർ പറഞ്ഞാൽ ഫുൾ ഫർണിച്ചർ കട. ഇങ്ങനെ ചെയർസ്, പിന്നെ അതുപോലെ സ്വിങ്ങൊക്കെ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുൾ. അപ്പോൾ ഒരു ഭാഗം മൊത്തം ഫർണിച്ചർ കട, കബോർഡ്സ് അങ്ങനെയൊക്കെ ആയിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മേ ബി ഇവിടെയും കൂടുതലും മരങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ തേക്ക് മരങ്ങൾ അങ്ങനത്തെ ഒക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, തേക്കടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂം നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ബോർഡർ. ഇവിടുന്ന് അങ്ങോട്ട് ബാംഗ്ലൂർ, തമിഴ്നാട്, കൊട്ടാരക്കര, അങ്ങനെ ശബരിമല, അങ്ങനെ കുറേ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ പോകുന്ന വഴിയാണ്. പിന്നെ അവിടെ മൊത്തം ശബരിമല അങ്ങനെയുള്ള ബസ്സാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ റൂം കിട്ടിയിട്ടുണ്ട്, നല്ല റൂമാണ് കിട്ടിയത്. ഇതേപോലെ ഒരു ബെഡ്, പിന്നെ ഇവർ എക്സ്ട്രാ ബെഡ് തരാൻ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം. നമുക്കൊരു എക്സ്ട്രാ ബെഡ് ആവശ്യമുണ്ട്. പിന്നെ ബാത്റൂം, അങ്ങനെ ബാത്റൂമും ബെഡ്റൂമും. ഒരു റൂം ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, കാരണം ഞങ്ങൾ 5 പേരേ ഉള്ളൂ. അപ്പോൾ ഒരാൾ താഴത്തെ ബെഡ് എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാത്റൂം. പിന്നെ ഇവിടെ മിറർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് റൂം. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ ഒരു 6 മണി ആ സമയത്ത് ഞങ്ങൾ ഒരു ഈ മിലിറ്ററി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ഥലം കാണാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ക്യൂ നിൽക്കണം.
അപ്പോൾ ഇത് ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇനി ടിക്കറ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന ബസ്സില്ലേ, ആ ബസ്സിലിങ്ങനെ കയറി പോവും. അപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ ടൈഗേഴ്സിനൊക്കെ കാണാം, അറിയില്ല എന്തൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നല്ല ക്യൂ ആണ് അവിടെ. അപ്പോൾ ഒരു ബസ് എടുത്ത് പോയി, അവരൊക്കെ നേരത്തെ വന്നിട്ടുള്ളവരാണ്. സോ ഒരു ബസ്സൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കുറേ ബസ്സുകളുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ ഫുള്ളാവും തോറും അതിങ്ങനെ എടുത്ത് പോവും. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി, ക്യൂ ഒക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ നേരത്തെ വന്നിട്ട് പോലും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഗ്രൂപ്പാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ബസ് ഗ്രൂപ്പ്. സോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണ്, ഇതേപോലെ കാടൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലപോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം ബോട്ട് സർവീസിന്. അപ്പോൾ അവിടെ ഇതേപോലെ ഇതിനെക്കാട്ടും കൂടുതൽ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുരങ്ങന്മാരെ നോക്കിയിരിക്കുകയായിരുന്നു. കുറേ കുരങ്ങന്മാർ അകത്തേക്കൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോണും ബാഗ്സൊക്കെ ചിലപ്പോൾ തട്ടിപ്പറിച്ച് പോവും. ഇതിലേറ്റവും ക്യൂട്ട് ഈ ചെറിയ കുരങ്ങന്മാരാണ്. ഇവർ ഈ വേസ്റ്റൊക്കെ ഒറ്റയ്ക്ക് തന്നെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്രില്ലിട്ടിട്ടുണ്ടാവും ആ വേസ്റ്റിൻ്റെ മുകളിൽ. അത് ഒറ്റയ്ക്ക് തുറന്നിട്ട് അവർ ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നത് കാണാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കുറേ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് കൂടെ ബോട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ബോട്ടിലേക്ക് കയറാണ്. നമുക്ക് കിട്ടിയ സീറ്റ് മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ അറിയാത്ത ആൾക്കാർക്കൊക്കെ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ ഞങ്ങളുടെ ഉപ്പാടെ അനിയന് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ഇടേണ്ടതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു റിസോർട്ട് ഉണ്ടെന്ന്, അത് ഈ റിസോർട്ടാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരണമെങ്കിൽ മുമ്പ് ബുക്ക് ചെയ്യണം, ഓൺലൈൻ ബുക്കിംഗ്. നമ്മൾ 2 ദിവസം മുമ്പോ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മളൊന്നും കണ്ടിട്ടില്ല, ഒരു മൃഗത്തെയും കണ്ടിട്ടില്ല. കാണുന്ന തോന്നുന്നു, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും മൃഗത്തിനെ കാണുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു ആനനെ കണ്ട്. ഒന്നല്ല, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ കുറേ ഇതേപോലത്തെ ഒരു മൃഗം ഉണ്ടായിരുന്നു. ഇത് മാനാണോ എന്താണോന്ന് അറിയില്ല, മാൻ പോലെ ഉണ്ട്. അപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരാൾ ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു, അവർക്ക് ഫോട്ടോഗ്രാഫി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവർ ക്യാമറ ആയിട്ട് വന്നിട്ടുണ്ട്. അയാൾ ഈ ബോട്ടിൽ 5ാമത്തെ വട്ടമാണ് ഈ ബോട്ടിൽ വരുന്നത് ടൈഗറിനെ കാണാൻ. പക്ഷെ ഇന്നലെ ടൈഗർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ അയാൾ 5ാമത്തെ വട്ടമാണ് ഈ ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വേറെ ആനകളും കണ്ടിട്ടുണ്ട്. ഈ ആന കുറച്ച് ക്ലോസ് ആയിരുന്നു, പക്ഷെ ഇതിന് മുമ്പത്തെ ആന കുറച്ച് ദൂരമായിരുന്നു. അതുകൊണ്ട് അത്ര കാണാൻ പറ്റിയില്ല. എന്നാലും മുമ്പത്തെ ആനയുടെ കൂടെ ഞങ്ങൾ വേറെ കുറച്ച് ആനകളും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കറുത്ത മങ്കീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കാട്ടുപോത്താണ്. ഞങ്ങൾ ദൂരെ നിന്നപ്പോൾ ഞങ്ങൾക്ക് കാട്ടുപോത്താണെന്ന് തോന്നി. ഞങ്ങൾ ആദ്യം വിചാരിച്ച ആനയാണെന്ന്, പിന്നെ സൂം ചെയ്തപ്പോഴാണ് കാട്ടുപോത്താണെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇതുവരെ കാട്ടുപോത്ത്, ആന, മാന്, പിന്നെ കുരങ്ങൻ ഇതാണ് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ കയറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഡയറക്റ്റായി പോയതല്ല, ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിട്ട് അവിടുത്തെ ഓണർ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നതാണ് ഈ ജീപ്പ് ഡ്രൈവറിനെയും. ഇങ്ങനെ അവർ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ് ഈ ജീപ്പ് ഡ്രൈവറിനൊക്കെ. നല്ല ജീപ്പ് ഡ്രൈവറായിരുന്നു, നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇനി എലിഫൻറ്റ് സഫാരിക്കാണ് പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം എലിഫൻറ്റിൽ കയറിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയായിരുന്നു. ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു തവണയെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം. സിപ്പ് ലൈന്, എലിഫൻറ്റ് സഫാരി, ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഞങ്ങൾക്ക് എല്ലാവർക്കും വണ്ടർ അടിച്ചൊരു കാര്യമാണ് ഈ ആനകൾ ഫോൺ കാണുമ്പോൾ എന്താണ് അതിൻ്റെ ഇതെന്ന് അറിയില്ല. ഫോൺ കാണുമ്പോൾ അവർ കൈ പൊന്തിച്ചിട്ട് ഇങ്ങനെ ആക്കും, തുമ്പിക്കൈയായിട്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് കൊടുക്കുമ്പോൾ അവർ ഇതേപോലെ തലമ ഇങ്ങനെ കൈ വെച്ച് തരും. അതല്ലാതെ നമ്മൾ സഫാരി കൂടെ പോകുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ഫോൺ കണ്ടാൽ അവർ തുമ്പിക്കൈ ഇങ്ങനെ നിവർത്തും. അതാണ് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ട്രിക്ക്. നല്ല രസമുണ്ട്. പിന്നെ ഈ ആന ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു പ്രത്യേക ഹെയറൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ആനപ്പുറത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് വരികയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഓഫ് റോഡാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സ്പൈസ് വില്ലേജ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും കൂടിയിട്ട് 2500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അത് ആന റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ സ്പൈസ് ഗാർഡൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുമ്പ് കണ്ടതാണ് ഈ സ്പൈസ് ഗാർഡന്. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട പറഞ്ഞിട്ട്. ഇത് നെക്സ്റ്റ് പറഞ്ഞ ഓഫ് റോഡാണ്. ഇവിടെ 3 പോയിൻറ്റ്സാണ് ഉള്ളത്. രണ്ടും ഫസ്റ്റ് വ്യൂ പോയിൻ്റ്, സെക്കൻഡ് വ്യൂ പോയിൻ്റ്. അപ്പോൾ ഞങ്ങൾ അത് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഈ ഫസ്റ്റ് വ്യൂ പോയിൻറ്റും സെക്കൻഡ് വ്യൂ പോയിൻറ്റിലും അവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവർ സിപ്പ് ലൈനിലും നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ തേയിലത്തോട്ടത്തിൻ്റെ അവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. പിന്നെ സിപ്പ് ലൈൻ ലാസ്റ്റത്തെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ്, സെക്കൻഡ് വ്യൂ പോയിൻ്റ്, പിന്നെ സിപ്പ് ലൈൻ, ഇത് തേർഡാണ്. അങ്ങനെ 3 സ്ഥലങ്ങളായിരുന്നു ഓഫ് റോഡിലുണ്ടായിരുന്നത്. സിപ്പ് ലൈൻ ഞങ്ങൾ കയറിയില്ല, ഞാൻ മുമ്പ് കയറിയോണ്ട് പിന്നെ ഞാൻ കയറിയില്ല. പിന്നെ ഇവിടെ ഈ ഡ്രൈവർ 6 വട്ടം പുലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ജീപ്പ് ഓടിക്കുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ആയിരുന്നു പുലി, അങ്ങനെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് കടുവ, കാട്ടുപോത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ ഡ്രൈവർ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, കുറേ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. ഇങ്ങനെയാണ് ഇവരിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് തരും. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കണ്ടോ, അത് റൺവേ ആണ്, പുതിയ റൺവേ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയായിരുന്നു കേട്ടോ ഓരോരോ സ്റ്റോപ്പുകളും. കട ഉണ്ടാവും, പിന്നെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവും, വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു ഓരോരോ സ്റ്റോപ്പുകളും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ തേക്കടിയിൽ കാണാൻ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു, ചെറുതല്ല, നല്ല ഹെവി റെയിൻ ആയിരുന്നു. ഇപ്പോൾ ചെറിയതായിട്ട് മഴയുള്ളൂ, പക്ഷേ താഴത്തൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു മഴ, ഇവിടെ ഉണ്ടായിരുന്നു മഴ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ തേക്കടി ട്രിപ്പിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. നല്ല ഒരു റൂം കിട്ടി, പിന്നെ ആന സഫാരിയും കുറേ മൃഗങ്ങളെല്ലാം കാണാൻ പറ്റി. അപ്പോൾ നല്ല ഒരു ടൂറായിരുന്നു, ട്രിപ്പായിരുന്നു ഇത്. രണ്ടും കൊടൈക്കനാലും തേക്കടിയും പിന്നെ ഒരു നല്ല രീതിയായിരുന്നു. നാട്ടിലെല്ലാവരും കൂടി ഒരുമിച്ച് ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാം.